അവിടെ വെറുതെ നിക്കല്ലോ. എന്ത് താൻ ഈ മൊബൈലിന്റെ ഫോട്ടോ എടുത്തില്ലേ? ഞാൻ ഫോട്ടോ എടുക്കും. എന്തിന്? താൻ ഫോട്ടോ ആണോ വീഡിയോ ആണോ എടുത്തേന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ നിങ്ങോട്ട് വന്നപ്പോ ഞാൻ കണ്ടതാ. ഞാൻ എന്തിനാ നിങ്ങളുടെ ഫോട്ടോ എടുക്കണം? നിങ്ങളാരെ സിനിമ നടിയാ? ഞാൻ സിനിമ നടിയാണോ അല്ലെന്ന് അറിയാം. എന്റെ ഫോട്ടോ എടുക്കാങ്കിലേ തന്റെ ഫോട്ടോ ഞാൻ എടുക്കും. വെറുതെ തമാശ കളിക്കില്ല. എന്തിനാ എന്റെ ഫോട്ടോ എടുക്കണം? എന്ത് തമാശ കളിക്കില്ലേന്ന്? ആ വീഡിയോ മര്യാദക്ക് ഡിലീറ്റ് ചെയ്തോ? ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പെങ്ങളെ. കണ്ണി കണ്ട പെണ്ണുങ്ങളും ഫോട്ടോ എടുത്തിട്ട് നിന്ന് പ്രസംഗിക്കണതായി. വെറുതെ ഇല്ലാത്ത വിളിച്ചു പറയുന്നത്. ഇല്ലാത്തൊന്നല്ല, മര്യാദക്ക് അത് ഡിലീറ്റ് ചെയ്തോ? വെറുതെ എന്റെ വേഷം കെട്ടിയെടുക്കരുത്. ഞാൻ എടുത്തില്ല പറഞ്ഞില്ലേ? ആരെങ്കിലും ഒന്ന് വരണേ. എന്താ ഇയാൾ എന്റെ വീഡിയോ ഫോട്ടോ എന്തൊക്കെ എടുത്ത് ഞാൻ അവിടെ നിങ്ങോട്ട് വരുമ്പോ ഇയാൾ ഇവിടെ എടുക്കുകയായിരുന്നു ഫോട്ടോ. പിടിയറായാളാ എന്റെ പിന്നെ എന്തിനോട്ടോടാ അവൻ? സാർ നമസ്കാരം. നമസ്കാരം. സാർ അതെ. അല്ല ഞങ്ങള് കൈ കാണിച്ചില്ലല്ലോ, പോയിക്കോ. അല്ല അതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായിരുന്നു? ഒരാള് വഴിയിൽ നിന്ന് എന്റെ ഫോട്ടോയോ വീഡിയോ എന്തൊക്കെ എടുത്ത് ഈ പട്ടാപകലോ? ആ എന്നിട്ട് അയാളെ പിടിക്കാൻ ഓടിച്ചിട്ടപ്പോഴത്തേക്കും അയാൾ ഓടിക്കളഞ്ഞ്. ആ വീഡിയോ അയാളുടെ ഫോണിലാണുള്ളത്. അല്ല അങ്ങനെ വന്ന് പറഞ്ഞ് ഞങ്ങക്ക് എന്തേലും നേരം എവിഡൻസ് ഇല്ല, നമ്മളങ്ങനെ അറിവ് പുറകെന്ന് വെച്ചാ പോവാ. സാറേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ അയാളുടെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തിട്ടുണ്ടാ? ആ ആൾക്കാരൊക്കെ കൂടി അയാളെ പിടിക്കാൻ ഓടിച്ചിട്ട് കൊറേ ഓടി ഇങ്ങനെ പോണുണ്ട്. പക്ഷെ ആരും പിന്നെ തിരിച്ചൊന്നും വന്നില്ല. എന്തായെന്ന് ഫോട്ടോ എടുക്ക്. ഇയാളാണ്. ഇത് സൂതൻ സാറല്ലേ? ഇത് വെഹിക്കിൾ ഇൻസ്പെക്ടർ സൂതൻ സാറാണിത്. അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ അത്. സാർ നല്ലോണം ഒന്ന് നോക്കി. ഇയാൾ അവിടെ കള്ളിമുണ്ടൊക്കെ കൊടുത്ത് ആ പോസ്റ്റിന്റെ അവിടെ ഒരുമാതിരി വെടക്ക് മുഖത്തോടുകൂടി നിക്കണായിരുന്നു അവിടെ. ഇത് സൂതൻ സാറാണെന്നേ. നിങ്ങൾ നിർത്താൻ പോന്നിട്ട് സാറ് നിർത്താതെ പോന്നല്ല. ആൾക്കാരൊക്കെ കൂടി എന്തെങ്കിലും ചെയ്ത പുള്ളിനെ ആളുകളൊക്കെ കൂടി അയാളുടെ പുറകെ ഓടി. ഒരു കഷ്ടം ആലോചിച്ച് നോക്കിയ നിങ്ങള്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? അല്ല സാർ, ഈ ബ്യൂട്ടി പാർലറിന്റെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും എന്റെ വീടെത്തും. അപ്പൊ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ എന്നാ കുഴപ്പമില്ല, പോയിക്കോ പോയിക്കോ. അപ്പൊ അത് വീട്ടിലേക്ക് നോട്ടീസ് വീട്ടിലേക്ക് എത്തിക്കോളൂ കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ കൃത്യനിർവഹണം നിങ്ങൾ തടഞ്ഞു. സാറപ്പൊ ഒന്നും ചെയ്യാനില്ല. നിങ്ങളെ ഹെൽമെറ്റ് തലയിൽ വെക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ വയ്ക്കോ. വരുമ്പോ ഫൈൻ അടിച്ചാൽ മതി.